Welcome children. Today's topic is phylum Echinodermata. The important features, distinct features of phylum Echinodermata: spiny skinned animals. Echino means spiny, dermata skin. Spiny skinned animals. In their body, spines are present. From body surface, the present spines. Then the second feature, water-filled canals present, water vascular system, water-filled canals present. And the important another one, pentameral symmetry present. It is a type of radial symmetry by which the body can divided into 5 equal halves. Pentameral symmetry. These 3 points, exclusive point for echinodermata. Which are the general features? Habitat. They exclusively marine because it has a spine and a skeleton, endoskeleton, and it is made of calcium, and it is present exclusively in seawater and occupying at the bottom, and hence they are known as benthic organisms. ഏറ്റവും സീ ഫ്ലോറിൽ കാണുന്നത് കൊണ്ടാണ് ബെന്തിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ചിലത് ഒന്ന് ഒഴുകി നടക്കുന്നതും കാണും, വളരെ അപൂർവമായിട്ട്. ആൻഡ് ദേ ആർ പെലാജിക് ഫോംസ്, വളരെ റെയറായിട്ട് കാണും. ആൻഡ് ഹാബിറ്റ് നമ്മൾ പറഞ്ഞല്ലോ, താഴെയാണ് കാണാൻ മിക്കത്. അപ്പോൾ സ്ലോ ക്രീപ്പിംഗ് ആനിമൽസ് ആണ്, കാർണിവോറസ് ആണ്, having a central disc and 5 radiating arms. That's why they are known as pentameral symmetry present. Then level of organization, organ system level of organization. Body symmetry, bilateral in larva but radial in adult. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. ലാർവ ആയിരിക്കുമ്പോൾ അതിൻ്റെ ജീവിതം തുടങ്ങുന്നത് ബൈലാറ്ററലാണ്. അഡൽട്ട് ആവും തോറും അത് റേഡിയൽ സിമെട്രി. ആ റേഡിയൽ സിമെട്രി എങ്ങനെയാ? The body can divide into 5 equal parts, hence pentameral radial symmetry present. Then body plan, to begin to body plan with a completed digestive system. Digestive system with the mouth on lower side and anus on upper side. ഇതിൻ്റെ മുകളിലാണ് anus, ലോവർ സൈഡിലാണ് മൗത്ത് കാണുന്നത്. അപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ കോഡൈൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാലും നമ്മുടെ വെൻട്രൽ സൈഡിൽ മൗത്ത് അല്ലേ, ഏനൽ പോർഷൻ ഡോർസൽ സൈഡിലായിട്ട്. അങ്ങനെ ഒരു ചെറിയ സിമിലാരിറ്റി ഈ എക്കിനോഡെർമേറ്റ്സിൽ കാണാം. ദെൻ ബോഡി പ്ലാൻ പറഞ്ഞു. ദെൻ ബോഡി കണ്ടീഷൻ, ദറ്റ് ഈസ് ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി കണ്ടീഷൻ. ഓൾ ഓർഗൻസ് ആർ ഫോംഡ് ബൈ 3 germ layers. നോക്കൂ, ഇതേ കണ്ടോ, മൗത്ത് അടിവശത്താണ്, വെൻട്രൽ സൈഡിലാണ്. എപ്പോഴും ഇതിനെ ഇങ്ങനെ ആയിരിക്കും കാണുക. അതിൻ്റെ ഏനസ് ഡോർസൽ സൈഡിലാണ്. കാരണം ഇത് ക്രീപ്പ് ചെയ്ത് നടക്കല്ലേ, ഗ്രൗണ്ടിൽ കൂടെ നടക്കുമ്പോൾ മൗത്ത് എവിടെയാണ് കാണേണ്ടത്? ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യുന്ന ഭാഗത്താണ് മൗത്ത് കാണേണ്ടത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് പോലെ മൗത്ത് കാണും. ഏനൽ പോർഷൻ കാണുന്ന ഭാഗം ഒരു ഡിസ്ക് പോലെയുള്ള ഒരു പോർഷൻ ആയിരിക്കും. ദെൻ ബോഡി ക്യാവിറ്റി, ട്രൂ സീലോമേറ്റ് ആണ്. ബോഡി ഫിൽസ് വിത്ത് ബ്ലഡ്, അതുകൊണ്ട് ഹീമോസീലോം. നമ്മൾ ആർത്രോപോഡ് തൊട്ട് ഇതുവരെ പഠിച്ചതെല്ലാം ഈ ടൈപ്പാണ്. ബോഡി ക്യാവിറ്റി ഹീമോസീലോമാണ്. ദെൻ വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ദറ്റ് വാട്ടർ ഫിൽഡ് കനാൽസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞല്ലോ. വാട്ടർ ഫിൽഡ് കനാൽസ് പ്രസൻറ്റ് നോക്കിയാൽ കാണാം. ദിസ് ഈസ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. നേരത്തെ നമ്മൾ മൗത്ത്, പിന്നെ അതേനസ്, അങ്ങനത്തെ പോണെന്ന് പറഞ്ഞില്ലേ. ആൻഡ് ദർ ഈസ് പ്രസൻറ്റ് വാട്ടർ കനാൽ സിസ്റ്റം. വാട്ടർ കനാൽ സിസ്റ്റം, ഈ യെല്ലോയിഷ് കളർ കാണുന്നത് ആ കനാലാണ്, വാട്ടർ കനാൽ. ദാറ്റ് വാട്ടർ കനാൽ ജസ്റ്റ് ഈ ഒരു കനാൽ വന്നു കഴിഞ്ഞാൽ സെൻട്രലിൽ അതൊരു റിംഗ് കനാൽ, പിന്നെ ഓരോ ആമിലേക്കും റേഡിയൽ കനാൽ, വീണ്ടും അത് ലാറ്ററൽ കനാൽ, ആൻഡ് ഫൈനലി ഇറ്റ് ജോയിൻസ് വിത്ത് സ്ട്രക്ചർ കോൾഡ് ട്യൂബ് ഫിറ്റ്. അങ്ങനെയാണ് ഈ കനാൽ സിസ്റ്റം അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻഡ് ദ വാട്ടർ പാസ് ത്രൂ എ പെർട്ടിക്കുലർ കനാൽ ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത്
always filled with the water. And this type of water vascular system, it is a unique feature which help for locomotion, food capturing, respiration, excretion. Okay, and we say that the water canal, the last portion is the tube feet. They are the tubular projections on each arm. അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് അങ്ങനെ പുറത്തേക്ക് നിൽക്കും. ആൻഡ് ദീസ് ട്യൂബ് ഫീറ്റ് ബൈ വിച്ച് ഇറ്റ് മേക്ക് മൂവ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോക്കോമോട്ടറി ഓർഗൻ കൂടിയാണത്. ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ വാട്ടർ കനാൽ. ആൻഡ് ഇറ്റ് ഓപ്പറേറ്റഡ് ബൈ എ ഹൈഡ്രോളിക് പ്രഷർ ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വരെ വെള്ളം എത്തുമ്പോൾ ആ വാട്ടർ പ്രഷർ അത് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഫോർ ലോക്കോമോഷൻ, ഫീഡിങ് ആൻഡ് റെസ്പിറേഷൻ. കണ്ടോ, ഈ ട്യൂബ് ഫീറ്റിൻ്റെ അറ്റാണത്. ഇവിടെ ഒരു സക്കർ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ പ്രഷർ കൂടുമ്പോൾ ഈ സക്കർ വെച്ച് അത് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ കളയുമ്പോൾ ഇതിലത്തെ വെള്ളത്തിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ അത് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നടത്തുന്നത് വിത്ത് ദ ട്യൂബ് ഫീറ്റ്. ദെൻ എക്സ്ക്രിട്ടറി സിസ്റ്റം നമ്മൾ പറഞ്ഞു ഒക്കെ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൽ കൂടിയാണ്. അതുകൊണ്ട് സ്പെഷ്യൽ എക്സ്ക്രിട്ടറി സിസ്റ്റം ഈസ് ആബ്സെൻറ്റ്. ദെൻ ബോഡി സപ്പോർട്ട്, ഒരു ഇന്റേണൽ സ്കെലിട്ടൺ ഈസ് പ്രസൻറ്റ്. കണ്ടോ, ബാക്കി പുറമേയുള്ള ഇതൊക്കെ പോയി കഴിയുമ്പോൾ ഈ ജീവികളുടെ ഇന്റേണൽ സ്കെലിട്ടൺ ഇങ്ങനെ ഇരിക്കും. ഇന്റേണൽ സ്കെലിട്ടൺ ഈസ് പ്രസൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കാൽക്കേരിയസ് എലിമെന്റ്സ് ആൻഡ് ദേ ആർ എംബഡഡ് ഇൻ ദ ഡെർമിസ്. അതുകൊണ്ട് ഡെർമൽ ഓസിക്കിൾ എന്നാണ് അതിന് പറയാം. ഇതിന്റെ പുറമെ സ്കിൻ, എപ്പിഡെർമിസിന്റെ ഒരു കവറിങ് ഉണ്ടായിരിക്കും. അപ്പൊ ഉള്ളിൽ കാണുന്ന സ്കെലിട്ടൺ ആണ് ഇതിനെ കാണുന്നത്. മാത്രമല്ല ദിസ് സ്കെലിട്ടൺ ഈസ് ഒറിജിൻ ഫ്രം മീസോഡെർമൽ ലെയർ ജസ്റ്റ് ലൈക്ക് ഹയർ ആനിമൽസ്. അപ്പോൾ എക്കിനോഡെർമേറ്റ് ഒരു ചെറിയ ലിങ്ക് കാണിക്കുന്നുണ്ട് ഹയർ ആനിമൽസിനോട്, അല്ലേ? ദ എൻഡോസ്കെലിട്ടൺ ഈസ് ഒറിജിൻ ഫ്രം മീസോഡെർം. ആൻഡ് ഈ എൻഡോസ്കെലിട്ടണിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ചെറിയ ഭാഗങ്ങളുണ്ട്. ദേ ആർ ആക്ച്വലി ദ സ്പൈൻസ് ആൻഡ് ദ സ്പൈൻസ് ആർ പ്രൊജക്റ്റഡ് ഫ്രം ദ സ്കിൻ. ദാറ്റ് ഈസ് വൈ സ്പൈനി സ്കിൻഡ് ആനിമൽസ്. Now the reproduction. Reproduction, that is dioecious, sexes separate ആണ്, ഓരോ മെയിൽ ഫീമെയിൽ കാണും. ആൻഡ് external fertilization present. Here external fertilization present. സ്പേമും ഓവൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും ആൻഡ് ദേ യുണൈറ്റഡ് ഇൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ആൻഡ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം സ്റ്റാർട്ട് ഇറ്റ്സ് ഡെവലപ്മെന്റ് ബട്ട് ഇറ്റ് പാസ് ത്രൂ എ ലാർവൽ സ്റ്റേജ്. A free swimming larva is present. Free swimming larva is present. That is Echinodermata. Now we discuss about the examples. Main one, the starfish. പക്ഷെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എസ്ട്രിയസ്. അപ്പോൾ എസ്ട്രിയസ് എന്നുള്ള പേരും നിങ്ങൾ പഠിച്ചിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് സ്റ്റാർഫിഷ് എന്ന് തരില്ല, ഇത് മാത്രമായിരിക്കും തരിക. എന്നിട്ട് സെലക്ട് ദ എക്കിനോഡെർമാറ്റ ഫ്രം ദ ഫോളോയിങ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കത് കിട്ടണം. അല്ല നമ്മളോടൊരു എക്സാമ്പിൾ എഴുതാൻ പറയുമ്പോൾ നമ്മൾ സ്റ്റാർഫിഷ് എന്ന് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. ആസ്ട്രിയസ് ഓർ സ്റ്റാർഫിഷ് ആൻഡ് ദേ ആർ മെറൈൻ. സ്പൈൻസ് ആർ സീൻ ഓൺ സ്കിൻ. നോക്കൂ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, ഈ മിക്ക എക്കിനോഡെർമാറ്റയുടെയും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണ്? ദ ക്ലീൻ ദ സീ ഫ്ലോർ ഫീഡിങ് ഓൺ ഡെഡ് ആനിമൽസ്. ഇങ്ങനെ താഴെ എന്താണ് കടലിൻ്റെ അടിയിൽ ഇങ്ങനെ കാണുകയല്ലേ ചെയ്യുക. അപ്പോൾ അവർ അവിടെയുള്ള ഡെഡ് ആനിമൽസിനെയൊക്കെ, അല്ലേ, ട്രോഫിക് ലെവലിൻ്റെ ഓരോ ലെവലിലും ഓരോ ടൈപ്പ് ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനെയാണ് ഈ എക്കോസിസ്റ്റം സ്റ്റേബിളായിട്ട് കൊണ്ടു നടക്കണേന്നും കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കൂ. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കാൽസ്യം റിച്ച് ഫെർട്ടിലൈസർ. ഇതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. അത്രയും അധികം കാൽസ്യം ഉള്ളതുകൊണ്ട് കിട്ടുന്ന, ഇപ്പോൾ കടൽ തീരത്തു നിന്നൊക്കെ കിട്ടുന്ന ഈ റിമൈനിങ്സ് ഒക്കെ എടുത്തിട്ട് നല്ല ഒരു ഫെർട്ടിലൈസറൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദെൻ ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് വരുന്ന ഒരു സ്പെസിമിനാണ് സ്റ്റാർഫിഷ്. ഈ ഡയഗ്രം തന്നിട്ട് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഓൺ ഇറ്റ്സ് ഫീച്ചേഴ്സ് ഓഫ് ഫൈലം, അതല്ലെങ്കിൽ റൈറ്റ് അബൌട്ട് ഇറ്റ്സ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചോദിക്കാം. അപ്പം ഓർത്തിരിക്കാം. ദെൻ സീ അർച്ചിൻ, എക്കിനസ്. സീ അർച്ചിൻ മെറൈൻ. സ്പൈൻസ് ഓൺ സ്കിൻ ഈസ് മൂവബിൾ. ഇത് നിങ്ങൾ ഈ സ്പൈൻസ് ഉണ്ടല്ലോ, ഇത് മാത്രം ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ട്
നമുക്കത് കടൽ തീരത്തു നിന്നൊക്കെ കിട്ടും. അപ്പോൾ ചിലപ്പോൾ ഈ കന്യാകുമാരി ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ കടൽ പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വാങ്ങിക്കാനൊക്കെ കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ സ്പൈൻസ് ആണ്, മൂവബിൾ സ്പൈൻസ്. അത് വെച്ചിട്ടാണ് ഇത് മൂവ് ചെയ്യുക. ഈ സ്പൈൻ കുത്തിയിട്ടാണ് ഈ ആനിമൽ മൂവ് ചെയ്യുന്നത് തന്നെ. സീ അർച്ചിൻ കാണുമ്പോൾ ഒരു ചേനയുടെ പോലെ ഇരിക്കുന്നതുകൊണ്ട് കടൽ ചേന എന്നാണ് അതിന് പറയുക, സീ അർച്ചിൻ. ദെൻ നെക്സ്റ്റ് സീ ലില്ലി. കണ്ട എല്ലാ പൂക്കളും പച്ചക്കറിയൊക്കെ ഇതിൽ കാണും. ആൻറ്റിഡോൺസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു പ്ലാന്റാന്നല്ലേ തോന്നുക. കണ്ട ഒരു ചെടി, ഒരു പനയൊക്കെ നിൽക്കണ പോലെ തോന്നുക. പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് എൻ ആനിമൽ. ഇറ്റ് റിസംബിൾസ് എ പ്ലാന്റ്. ഇറ്റ്സ് ടെൻറ്റക്കിൾസ്. ഇതിൻ്റെ ടെൻറ്റക്കിൾസ് ആണ് ഇതൊക്കെ. ആൻഡ് ബൈ ദീസ് ടെൻറ്റക്കിൾസ് ഇറ്റ് ഫീഡ് ഓൺ ദ ഡീക്കേയിങ് മാറ്റർ. ഇതിൽ നിറച്ച് സീലിയം ഉണ്ടായിരിക്കും ടെൻറ്റക്കിളിൽ. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുമ്പോൾ കുറച്ച് വാട്ടർ കറന്റ് ഉണ്ടാക്കും. അതുവഴി വരുന്ന ഡീക്കേയിങ് മാറ്റർ എല്ലാം ഇത് അബ്സോർബ് ചെയ്യും ആൻഡ് ഇറ്റ് കൺസ്യൂം ദ ഫുഡ്. ദാറ്റ് ഈസ് ആൻറ്റഡോൺ, സീ ലില്ലി. ദെൻ ദ അതർ വൺ സീ കുക്കുംബർ, കുക്കുമേറിയ. ഓക്കെ, ഇത് വളരെ സോഫ്റ്റ് ബോഡിഡ് ആണ്. കാണുമ്പോൾ തന്നെ ഒരു വെള്ളരിക്ക കിടക്കുന്ന പോലെ ഇല്ലേ കുക്കുമേറിയ. ഓക്കെ, എ വെരി സോഫ്റ്റ് ബോഡിഡ് ആനിമൽ, ലുക്സ് ലൈക്ക് എ വേം. പക്ഷെ ഇവരുടെ ഒരു വളരെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ബ്രീത്തിങ് ത്രൂ ഏനസ്. അതിൻ്റെ ഒരു റെസ്പിറേറ്ററി ട്രീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതിൻ്റെ ഏനൽ റീജിയനിലുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിന് എവിസറേഷൻ എന്നൊരു ഫീച്ചർ കാണിക്കും. അത് എന്ന് വെച്ചാൽ അതിൻ്റെ മേ ബി ഇൻ ദ മൗത്ത് റീജിയൻ ഓർ ഇൻ ദ ഏനൽ റീജിയൻ സം പാർട്സ് ആർ ഇജക്റ്റഡ് ഔട്ട്. ദി ഇന്റേണൽ ഓർഗൻസ് ആർ ഇജക്റ്റഡ് ഔട്ട്. എന്താണെന്ന് വെച്ചാൽ മറ്റ് പല ജീവികളും ഇതിനെ വന്ന് പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ വേഗം ഇതിൻ്റെ തലഭാഗത്തു നിന്നോ വാൽഭാഗത്തു നിന്നോ കുറച്ച് അതിൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ബാക്കിയുള്ള ജീവികൾ അത് തിന്നിട്ട് ഇതിന് രക്ഷപ്പെടാലോ. അപ്പോൾ ഇത് ആ ഭാഗം പിന്നീട് റീജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ ഓട്ടോട്ടമി എന്ന് പറയും. സ്വന്തം ഭാഗത്തിന് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് എബിസറേഷൻ. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറൊക്കെ അല്ലേ. ഇതൊക്കെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആനിമലിനെയും ഇതിൻ്റെ ഒരു ഫീച്ചറും വെച്ചിട്ട് ഇതിനൊന്ന് ഓർക്കാനാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഇതിൻ്റെ പേര് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. കുക്കുമേറിയ, സീ കുക്കുംബർ. ഓക്കെ, പിന്നെ പ്രകൃതിയിൽ ഓരോന്നിനെയും നമ്മളിങ്ങനെ ഓർക്കണം. ദെൻ ഒഫ്യൂറ, ദാറ്റ് ഈസ് ബ്രിട്ടിൽ സ്റ്റാർ ഓർ സെർപ്പൻറ്റ് സ്റ്റാർ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ആംസ് വളരെ നീളം കൂടിയതായിരിക്കും. അപ്പം അതിങ്ങനെ നീങ്ങി പോണ കണ്ടു കഴിഞ്ഞാൽ ശരിക്കൊരു പാമ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചാട്ടവാറോ ഒക്കെയാണെന്ന് തോന്നും. ദ 5 long whip-like arms are present. മാത്രമല്ല ദീസ് ആംസ് ആർ ബ്രേക്ക് ഓഫ് വെൻ ടച്ച്ഡ്. എവിടെയെങ്കിലും ഇപ്പോൾ വല്ല ജീവി ഇതിനെ കണ്ടിട്ടൊന്ന് പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ ഭാഗം അങ്ങോട്ട് മുറിച്ചു കൊടുത്തിട്ട് ഇത് പോകും. അപ്പോൾ ആ ഭാഗത്തുനിന്ന് വീണ്ടും ഇത് റീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബ്രിട്ടിൽ സ്റ്റാർ എന്നതിന് പറയും ഒഫ്യൂറ ഓർ ബ്രിട്ടിൽ സ്റ്റാർ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഫൈലം, ഒരു ഫൈലം കൂടി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫൈലം ഹെമികോഡേറ്റ. ഹെമികോഡേറ്റ വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ദ സ്റ്റോമോകോഡ്, an important feature which is a feature similar with the notochord of higher animals, that is chordata. അപ്പോൾ ഫൈലം കോഡേറ്റയുടെയും മറ്റ് നോൺ കോഡേറ്റ്സിൻ്റെയും ബാക്കിയുള്ള ഇതുവരെ പഠിച്ച മറ്റുള്ള ജീവികളുടെയും ഇടയിൽ നമുക്ക് ഒരു കണക്ഷനായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പം നേരത്തെ നമ്മൾ ഇക്കിനോഡെർമേറ്റേനും ഏകദേശം അങ്ങനെ പറഞ്ഞു, ആ മീസോഡം ആൻഡ് ദ എൻഡോസ്കെലട്ടൺ പറഞ്ഞപ്പോൾ. ഇവിടെ നമ്മൾ പറയുന്നു ഹെമികോഡേറ്റ ഹാവിങ് സ്റ്റോമോകോഡ്. Another important feature exclusively belongs to Hemichordata is its excretory organ, that is proboscis gland. അതിൻ്റെ proboscis gland, അതിൻ്റെ excretory organ. Okay, that is why Hemichordata suggests an ancestry to phylum Chordata എന്ന് പറയുന്നത്. Now we discuss the general features. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. Live in shallow coastal waters in U-shaped burrows. ഒരു മണ്ണിൽ സീ ഫ്ലോറിൽ അങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് താമസിക്കുന്നത്. ഒരു സിലിണ്ട്രിക്കൽ വേം ലൈക്ക് ബോഡി ആൻഡ് ഹാവിങ് 3 regions. വിച്ച് ആർ ദ 3 region? proboscis, collar and the elongated portion trunk.
Level of organization, organ system level organization, symmetry, bilateral symmetry, body plan, tube within tube body plan, body condition, triploblastic body condition. എല്ലാം നമ്മൾ ഇതുവരെ ഉള്ള ജീവികൾക്കൊക്കെ സെയിം ആണ്. നൗ ഹെമികോഡേറ്റ, അതിൻ്റെ ബോഡി കാവിറ്റി, നമ്മൾ നേരത്തെ ഇതുവരെ ആർത്രോപോഡ തൊട്ട് ഇതുവരെയുള്ള എല്ലാ ജീവികളിലും ട്രൂസീലോം ഹീമോസീലോമാണ്. Then nutrition, feed on organic matter from swallowed sand and mud. Cilion proboscis make a water current. നോക്കൂ, ഇതിൻ്റെ പ്രൊബോസിസ് കണ്ട, ഇവിടെ നിന്നാണ് ശരിക്കും ഇതിൻ്റെ മൗത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ മുൻഭാഗത്ത് ഒരു സ്ട്രക്ചർ, ഒരു കപ്പ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചേക്കുക. അതുകൊണ്ടാണ് ഇതിനെ എക്കോൺ വേം എന്നാണ് ഇതിന് പറയുന്ന വേറൊരു പേര്. ഇങ്ങനെ ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറുള്ള കാരണം. ഇതാണ് അതിൻ്റെ പ്രൊബോസിസ്. ഇതാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ഫീച്ചർ ഓഫ് ഹെമികോഡേറ്റ. എക്കോൺ വേം എന്ന് പറയാൻ തന്നെ കാരണം ഈ പ്രൊബോസിസ് സ്ട്രക്ചറാണ്. അപ്പം ഈ പ്രൊബോസിസിൽ നിറച്ച് സീലിയമൊക്കെ ഉണ്ടാവും. ആ സീലിയ വെച്ച് ഇതിങ്ങനെ ഒരു വാട്ടർ കറണ്ട് ഉണ്ടാക്കും. ആ വാട്ടർ കറണ്ട് വഴി ഇവിടേക്ക് ഇങ്ങനെ മണ്ണും ആ ചളിയും ഒക്കെ കൂടി കയറി വരും. അപ്പോൾ ഇറ്റ് ഫീഡ് ദാറ്റ് മാറ്റർ ത്രൂ ദ മൗത്ത്, ഇറ്റ് എൻറ്റേഴ്സ്. ആൻഡ് ഹെൻസ് ദേ ആർ നോൺ ആസ് സസ്പെൻഷൻ ഫീഡേഴ്സ്. ഇങ്ങനെ കറക്കി കറക്കി ആ സീലിയ ഇങ്ങനെ ഉണ്ടാക്കി കറക്കി, നമ്മുടെ പ്രോണൊക്കെ അങ്ങനെയാണ്, സസ്പെൻഷൻ ഫീഡേഴ്സാണ്. ആ ഒരു മൂവ്മെന്റ് വാട്ടർ കറണ്ട് ഉണ്ടാക്കിയിട്ട് ഫീഡ് ചെയ്യുന്നതിനെയാണ് സസ്പെൻഷൻ ഫീഡേഴ്സ് എന്ന് പറയാം. ആൻഡ് ദ ഫുഡ് എൻറ്റേഴ്സ് ത്രൂ ദീസ്, ഇങ്ങനെ കടന്നു പോരും അത്. ഓക്കെ, ദെൻ ഇറ്റ് ഹാസ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ്. എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കണ ബ്ലഡ് ഫ്ലോ ഉള്ള സർക്കുലേറ്ററി ആണ്, ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം പ്രസന്റ്. നോക്കൂ, ഇതിന്റെ ഹാർട്ടൊക്കെ കാണുന്നത് ഏറ്റവും ഈ പ്രൊബോസിസിലാണ് അല്ലേ, ഹാർട്ട്. പിന്നെ അതിൻ്റെ നോക്കൂ, കിഡ്നി, ദാറ്റ് ഈസ് proboscis gland, it acts as the excretory organ itself, proboscis gland. പിന്നെ മാത്രമല്ല ഇതിലാണ്, ഇതിൻ്റെ ട്രങ്കിലാണ് ഗിൽസ് കാണുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഈ സിമിലർ വിത്ത് ദ ഗിൽസ് ലൊക്കേറ്റഡ് ഇൻ ഹയർ ആനിമൽസ് ലൈക്ക് കോഡേറ്റ്സ്. ട്രങ്കിൽ ഗിൽസ് കാണുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ബോഡി സപ്പോർട്ടിന് ഈ കോളർ റീജിയനിൽ അതിനൊരു സ്റ്റോമോകോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹാർഡ് സ്ട്രക്ചർ ഉണ്ട്. ആ സ്റ്റോമോകോഡ് ഹയർ ആനിമൽസിന്റെ നോട്ടോകോഡിന് സിമിലർ ആണ്. അപ്പോൾ ദ സ്റ്റോമോകോഡ് ആൻഡ് ദ ഗിൽസ് പ്രൊവൈഡ് എ ലിങ്ക് വിത്ത് ഫൈലം കോഡേറ്റ. ഓക്കെ, ആൻഡ് ദെൻ റീപ്രൊഡക്ഷൻ സെക്സസ് ആർ സെപ്പറേറ്റ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അതായത് ലാർവൽ സ്റ്റേജ് ഉണ്ട്, ഒരു ടോർണേറിയ ലാർവ. നിങ്ങൾ ടെക്സ്റ്റിലുള്ള മാറ്റേഴ്സ് പഠിച്ചാൽ മതി. കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞത് എങ്ങനെയാണ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ആ ഓർഗനൈസേഷൻ വന്നത് എന്ന് ഒന്ന് അറിയാൻ കൂടിയിട്ടാണ്. ദെൻ ബാലനോഗ്ലോസസ് എക്സാമ്പിൾ, 2 എക്സാമ്പിളേ നിങ്ങൾക്ക് ഈ സെക്ഷനിൽ ടെക്സ്റ്റിലുള്ളൂ. ബാലനോഗ്ലോസസ്, ഇതിൻ്റെ ഒരു പ്രൊബോസിസ് കുറച്ച് ചെറുതാണ്, വേം ലൈക്ക് മെറൈൻ ആനിമൽ. ഇതും വേം ലൈക്ക് ആനിമൽ, ബട്ട് പ്രൊബോസിസ് ഈസ് സം ലോങ് ആൻഡ് സാക്കോഗ്ലോസസ്. നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. ഇതുവരെ നമ്മൾ പഠിച്ച ഇത് എല്ലാതും ഒരു നോൺ കോഡേറ്റ്സുകളാണ്. നോൺ കോഡേറ്റ്സ് എല്ലാ മൾട്ടിസെല്ലുലർ ആനിമൽസിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കാറ്റഗറൈസ് ചെയ്തത്. നമ്മൾ ഇത് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബേസിക് പ്രിൻസിപ്പിൾസ്, വിച്ച് ആർ ദ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബോഡി പ്ലാൻ, ബോഡി സിമെട്രി, ബോഡി കാവിറ്റി, ബോഡി കണ്ടീഷൻ, ബോഡി സെഗ്മെന്റേഷൻ ആൻഡ് ബോഡി സപ്പോർട്ട്. എല്ലാ ജീവികളിലും അത് ഡിഫറെൻ്റ് രീതിയിലാണ്. അത് തന്നെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ എല്ലാത്തിലും കാണുകയും ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി കടന്നു വരാം. ദാറ്റ് ഈസ് ബോഡി പ്ലാൻ. ബോഡി പ്ലാൻ എന്താ പറഞ്ഞത്? ദാറ്റ് ഈസ് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ, ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ, ട്യൂബ് വിതിൻ ട്യൂബ് ബോഡി പ്ലാൻ. അപ്പോൾ ഏറ്റവും ഹയർ ആനിമലിലാണ് നമ്മൾ ട്യൂബ് വിതിൻ ട്യൂബ് ബോഡി പ്ലാൻ കണ്ടത് അല്ലേ. അതുപോലെ സിമെട്രി നമ്മൾ പറഞ്ഞു എസിമെട്രി, ബോഡി കാനോട്ട് ഡിവൈഡ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്. എന്നാൽ through any radial plane it can divide into 2 equal halves, that is radial symmetry. പക്ഷെ പിന്നീട് വന്ന ആനിമൽ ഫൈലത്തിലൊക്കെ നമുക്ക് ആ റേഡിയൽ സിമെട്രി നഷ്ടപ്പെട്ടിട്ട് ബൈലാറ്ററൽ സിമെട്രി ആയി എന്ന് കാണാം.
പക്ഷെ ചില ജീവികളിൽ ഹയർ ആനിമൽസിൽ വരുംതോറും ചിലപ്പോൾ അതിൻ്റെ ലാർവൽ സ്റ്റേജ് ബൈലാറ്ററൽ ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ് അഡാപ്റ്റേഷൻ അനുസരിച്ച് അതിൻ്റെ ചിലപ്പോൾ സിമെട്രി നഷ്ടമായി എസിമെട്രിയോ റേഡിയസിമെട്രിയോ ഒക്കെ വീണ്ടും ആവർത്തിച്ച് വരുന്നത് കാണാം. പക്ഷെ ബേസിക്കായി സിമെട്രി ലാർവൽ സ്റ്റേജിൽ അത് ബൈലാറ്ററൽ സിമെട്രി ആണ്. ദെൻ ബോഡി ക്യാവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ബോഡി ക്യാവിറ്റി ദറ്റ് ഈസ് എ സീലോം ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ സീലോം ദർ ഇസ് നോ ബോഡി ക്യാവിറ്റി പ്രസന്റ്. നമ്മൾ പ്ലാറ്റിയൽ മിന്തസിലാണ് വളരെ കൃത്യമായിട്ട് എല്ലാ സ്ഥലവും പാക്ക് ചെയ്തിട്ട് എ സീലോം എന്ന് പറഞ്ഞിട്ട് ഈ എന്താണ് പിക്ചർ കണ്ടത്. ദാറ്റ് എ സീലോം, ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം, ഇന്നർ എൻഡോഡേം. അപ്പൊ ഇതിന്റെ ഇടയിൽ ക്യാവിറ്റിയേ ഇല്ല. പിന്നെ ഈ നടുവിൽ കാണുന്ന അത് അതിന്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ആണ്. എന്നാൽ നമ്മൾ സ്യൂഡോസീലോം പഠിച്ചു, അത് ആകെ ഒരൊറ്റ ഫൈലത്തിലേ ഉള്ളൂ ഇൻ ആഷൽമിന്തസ്. അത് ഈ മീസോഡേമുകളുടെ ഇടയിൽ കാണുന്ന സ്പേസ് ആണ് സ്യൂഡോസീലോം. എന്നാൽ വീണ്ടും നമ്മൾ പഠിച്ചു സീലോം ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ മീസോഡേം അല്ലെ, ഈ മീസോഡേമിന്റെ ഇടയിൽ. അപ്പൊ എക്ടോമീസോഡേം എൻഡോമീസോഡേം എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഇടയിലുള്ള സ്പേസിൽ സീലോം, അതാണ് ട്രൂ സീലോം. അതാർക്കാ കാണുക ഇൻ ഹയർ ആനിമൽസ് other than ആഷൽമിന്തസ് കഴിഞ്ഞ സ്യൂഡോസീലോം കഴിഞ്ഞാൽ പിന്നെ കാണുന്ന എല്ലാ ജീവികളിലും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ട്രൂസീലോം. ആ ട്രൂസീലോമിൽ ബ്ലഡ് ഫിൽഡ് സ്പേസസ് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഹീമോസീലോം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഓൾ ആർ ട്രൂസീലോമേറ്റ് ആനിമൽസ്. ഇനി ബോഡി കണ്ടീഷൻ. ഓക്കെ, ബോഡി കണ്ടീഷന് നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് ബോഡി കണ്ടീഷനാണ്, ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും. അതിൽ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ എൻഡോഡേം ആൻഡ് എക്ടോഡേം, ഈ ഇടയിൽ കണ്ടത് എന്താ, അത് മീസോഗ്ലിയയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീസോഗ്ലിയ ഈസ് നോട്ട് സെല്ലുലാർ പോർഷൻ, സെല്ലല്ലാത്ത എന്തോ പദാർത്ഥം കൊണ്ട് ഒരു ജെല്ലിലേക്ക് മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്തേക്കണം, അതാണ് മീസോഗ്ലിയ. അപ്പോൾ എക്ടോഡേം എൻഡോഡേം സെല്ലുള്ളത് ആകെ 2 ലെയറേ ഉള്ളൂ. അതുകൊണ്ടാണ് 2 ലെയേർഡ് കണ്ടീഷൻ. അത് സെല്ലുലാർ കണ്ടീഷൻ നമ്മുടെ ഹൈഡ്രയിലും ഈ ടീനോഫോറയിലും ഒക്കെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ് കണ്ടത്. പക്ഷെ ഈ പ്ലാറ്റിയൽ മിന്തസ് തൊട്ട് മുകളിലേക്ക് വരുന്നവരെല്ലാം ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരുന്നു. 3 ജേം ലെയേർഡ് കണ്ടീഷൻസ് ആണ് കണ്ടത്. അപ്പൊ നമ്മൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞത് എന്താ, എത്ര ടൈപ്പ് സെൽസ് മാത്രമാണോ. അപ്പോൾ ഇത് നമ്മൾ സെല്ല് മാത്രം കണ്ടത് എവിടെയാ, ഫൈലം പൊരിഫറ. എന്നാൽ ടിഷ്യൂസ് ഉണ്ടായത് എവിടെയാ, നിഡേറിയ ടീനോഫോറ. ദെൻ ഓർഗൻസ് ഉണ്ടായത് ആർക്കാ, പ്ലാറ്റിഹെൽമിന്തസ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിലും എന്താ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ പ്രസന്റ്. ആഷൽമിന്തസ് ആയാലും അന്നലിഡ ആയാലും ആർത്രോപോഡ ആയാലും മൊളുസ്ക, എക്കിനോഡെർമേറ്റ, ഹെമിക്കോഡേറ്റ. ഇനി നമ്മൾ ബാക്കി പഠിക്കാൻ നിൽക്കുന്നത് നമ്മളുടെ കോർഡേറ്റയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോർഡേറ്റ നോക്കാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.